voyage. ഇന്ന് നമ്മളൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് മുട്ടയും മുരിങ്ങയിലും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പിസ്സയാണ് ഇത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ സ്പെഷ്യൽ പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പിസ്സ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയെല്ലാം നമുക്കൊന്ന് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ തണ്ടൊക്കെ മാറ്റി ഇല തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മുരിങ്ങയില നമുക്ക് ഈ ബൗളിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതായത് ക്രഷ് ചെയ്തെടുത്ത ഉണക്കമുളക്. ഇനി ഇതൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചില അടുപ്പുകൾക്കൊക്കെ 2-3 സ്റ്റൗവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുമ്പം വലിയ അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു വലിയൊരു സ്റ്റൗ ആണ്. പക്ഷേ നമ്മൾ ഈ കാണുന്ന ഒരു മീഡിയം സ്റ്റൗവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ പിസ്സ വെന്ത് വരുമ്പോഴത്തേക്ക് അടിഭാഗം ഭയങ്കര ഹാർഡായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതൊരു 1-2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോയിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി ഒരു തക്കാളി നല്ല തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് മുഴുവൻ ആവശ്യം വരില്ല, ആവശ്യത്തിനുള്ളത് മാത്രം വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ സ്ലൈസ് ചെയ്ത ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഇത് സാധാരണ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പം ഉപയോഗിക്കാറുള്ളതാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു പിഞ്ചാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത്. കൂടുതലായി പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, കുറച്ച് ഇങ്ങനെ ഇപ്പോഴും ഈ നടുഭാഗത്തൊക്കെ ഇനിയും കുക്കായി വരാനുണ്ട്. സൈഡ്സൊക്കെ പതുക്കെ കുക്കായിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. പാനിൻ്റെ സൈഡിലേക്കൊന്നും അധികം ഇതിട്ട് കൊടുക്കണ്ട. അങ്ങനെ സൈഡിലേക്കൊക്കെ കുറേ ഇട്ട് കൊടുത്താൽ പാനിലാകെ കരിഞ്ഞു പിടിച്ച് പോവും. മൊസറല്ല ചീസിന് പകരം ഷെഡർ ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലൊരു ബ്ലോക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു ഗ്രേറ്റർ വെച്ച് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം.
ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ തൊട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇവിടെ മുട്ട വേവാനുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനിടയ്ക്ക് വെന്തോന്ന് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഇത് 1 മിനിറ്റും കൂടെ ഈ ചൂടിലൊന്ന് ഇരിക്കുന്നത് നല്ലതാണ്, ഒന്ന് സെറ്റ് ആവാനായിട്ട്. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പം നമ്മുടെ മുരിങ്ങയിലയും മുട്ടയും കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയിലയിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാലോ. പ്രോട്ടീൻ, കാൽസ്യം, അതുപോലെ വൈറ്റമിൻ സി, അങ്ങനെ ഒരുപാട് പോഷക സമൃദ്ധമായ ഒരു ഇലയാണ് മുരിങ്ങയില. അപ്പം ഇത് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരും കഴിച്ചോളും. അതുപോലെ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ നമുക്ക് സ്കൂളിലേക്ക് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തൊക്കെ വിടാം. അപ്പോൾ അവർക്കും വലിയ സന്തോഷമാവും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.